ഞാനതാ ഈ ആലോചിക്കുന്നത്, എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു ദൈവമേ, ആവശ്യമില്ലാത്ത പണിയുണ്ടാക്കിയിട്ട് ചുമ്മാ വഴക്ക് വിട്ടിട്ട് ഇതുപോലെ മുഖം ഇങ്ങനെ പെരുക്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പിന്നെ അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ അമ്പാടിക്കണ്ണൻ്റെ കൂടെ കുറച്ച് ചില്ലടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും മനസ്സിൽ നിന്ന് അതങ്ങോട്ട് പോകുന്നില്ല. സംഭവം ഇതാണേ, വന്ന വഴിക്ക് ഇടത്തുനിന്ന് ഒരു പമ്പിൽ നിന്ന് ഒരു സ്കൂട്ടർ നല്ല സ്പീഡിന്, മീൻസ് 3 പേരുണ്ടായിരുന്നു, ട്രിപ്പിൾ അടിച്ചാണ് വന്നത്. ഒരു ചേച്ചി, ഒരു ചേട്ടനും, ഒരു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു അങ്കിളും ഉണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന്, ഞാൻ നേരെ ഇങ്ങനെ പോവാം, പെട്ടെന്ന് ഇവരിങ്ങനെ കുറുകെ വന്നു. സ്പീഡിലായിരുന്നു. ഞാനങ്ങ് പേടിച്ച് പോയി. അയ്യോ ഇതെന്തുവാ ഇതെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ഇതിൻ്റെ വാശിക്ക് എന്നോണം അവർ ഓവർടേക്ക് ചെയ്ത് എന്നെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് 3 പേരും എന്നെ കൈ ഉയർത്തി കാണിക്കുക. എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ ഇവരുടെ പിന്നാലെ പോയി, പക്ഷേ കിട്ടിയില്ല. ഞാൻ വെഞ്ഞാറമൂട് എത്തിയപ്പോൾ അവർ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ വേഗം ആശുപത്രിയിൽ എത്താമെന്ന്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ആവശ്യമില്ലാതെ ഞാൻ എന്തിനാ അവരോട് വഴക്കിടാൻ പോയത്? ഇത്രയെങ്കിലും മാനേഴ്സ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരിതൊന്നും കാണിക്കൂലായിരുന്നു. ഞാൻ അതിൻ്റെ പിന്നാലെ പോവേണ്ട വല്ല കാര്യം എനിക്കുണ്ടായിരുന്നു? ആൻഡ് ഇത് സംഭവിച്ചിട്ട് ഇയാൾ വീണ്ടും എൻ്റെ പിന്നാലെ വരുവാണ്. എൻ്റെ പിന്നാലെ വന്നിട്ട് ഞാനിങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാൻ വേണ്ടി നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ആയേനെ അവിടെ. അമ്മാതിരി വന്ന് ഇയാൾ വീണ്ടും എന്നെ എന്തൊക്കെയോ പറയാൻ വന്നു. ഞാൻ പിന്നാലെ പോയിട്ട് ഞാനും നല്ല രീതിക്ക് റൈസ് ചെയ്ത് സംസാരിച്ചു. ഇതിൻ്റെ അതെ, ഇതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങ് മനസ്സിൽ വല്ലാത്ത വിഷമമായി. ആരോടെങ്കിലും വഴക്കിട്ടാൽ നമുക്കൊരു എന്തരാലിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, അവർക്കില്ലാത്ത മാനേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പോവേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.